ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട 3 വിഷയങ്ങളാണ് കവർ ചെയ്യുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഓസോൺ ഡിപ്ലീഷൻ. ഈ ഒരു ഭാഗത്ത് നിന്നും നേരത്തെ കഴിഞ്ഞ കേരള PSCയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയിലേക്കുള്ള എക്സാമിന് വന്ന ഒരേ ഒരു ചോദ്യം, എന്നാണ് ഇന്റർനാഷണൽ ഓസോൺ ലെയർ പ്രിസർവേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്. അതിന്റെ ഉത്തരം മറ്റൊന്നുമല്ല, സെപ്റ്റംബർ 16 എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വിഷയങ്ങളെ കുറിച്ച് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രീൻ ഹൗസ് എഫക്ട് ആൻഡ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. കുറച്ച് ഗ്യാസസ് ഉണ്ട്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഈ ഗ്യാസസ് നമ്മുടെ എർത്തിന്റെ സർഫസിൽ ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് പ്ലാനറ്റിന്റെ ടെമ്പറേച്ചർ സ്യൂട്ടബിൾ ഫോർ ലൈഫായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫിനോമിനൻ, ഒരു നാച്ചുറൽ ഫിനോമിനൻ ആണ് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഗ്യാസസ് സോളാർ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഹീറ്റ് ട്രാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഈ ഗ്യാസസിനെ നമ്മൾ എന്ത് പറയുന്നു? ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നു. അതിന് എക്സാമ്പിൾസ് ആണ് വാട്ടർ വേപ്പർ, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയിട്ടുള്ളതൊക്കെ. അതിന്റെ മെക്കാനിസം എങ്ങനെയാന്ന് നോക്കാം. എനർജി വരുന്നു, സണ്ണിൽ നിന്നുള്ള എനർജി വരുന്നു. എർത്ത് 70% ഓഫ് സോളാർ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നു, 30% റിഫ്ലക്ട് ചെയ്യുന്നു. ബാക്കിയുള്ള സോളാർ എനർജി വെച്ചിട്ടാണ് എർത്തിന്റെ സർഫസ് ഹീറ്റ് ആവുന്നത്. ഇങ്ങനെ സർഫസ് ഹീറ്റ് ആയതിനു ശേഷം എർത്ത് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ഇങ്ങനെ എമിറ്റ് ചെയ്തിട്ടുള്ള ഇൻഫ്രാറെഡ് ഫോട്ടോൺസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ വെച്ച് അബ്സോർബ് ചെയ്യും. അങ്ങനെ ഗ്രീൻ ഹൗസ് ഗ്യാസസും ക്ലൗഡ്സും കൂടി കുറച്ച് ഹീറ്റ് അറ്റ്മോസ്ഫിയറിൽ ട്രാപ്പ് ചെയ്ത് നിർത്തുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എല്ലാം നോക്കാവുന്ന. ഫസ്റ്റ് വൺ വരുന്നത് നമ്മുടെ വാട്ടർ വേപ്പർ ആണ്. വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് ഏകദേശം 36 to 70% ഓഫ് നാച്ചുറൽ ഗ്രീൻ ഹൗസ് എഫക്റ്റും ഉണ്ടാവുന്നത് ഈ വാട്ടർ വേപ്പറിന്റെ പ്രസൻസ് കാരണമാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. കമ്പഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽ, അതുപോലെ ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ലാൻഡ് ക്ലിയറിങ്, സിമെന്റ് മാനുഫാക്ചറിങ്, നാച്ചുറൽ ഗ്യാസ് ഫ്ലെയറിങ് ഒക്കെ വഴി ആണ് കാർബൺ ഡയോക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. ഇനി അത് നമ്മൾ യൂസ് ചെയ്യുന്നത്, സിങ്സ് എന്ന് പറയുന്നത് അതിന്റെ കൺസംഷൻ എവിടെയാണ് നടക്കുന്നതെന്നാണ്. ഫോട്ടോസിന്തസിസ് ബൈ പ്ലാന്റ്സിൽ നമുക്കറിയാം ഓൾറെഡി കാർബൺ ഡയോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ വരുന്നത് അബ്സോർപ്ഷൻ ബൈ ഓഷ്യൻസ് ആണ്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 to 26% ഗ്രീൻ ഹൗസ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ്സ് ആണ്. വിച്ച് മീൻ ഇറ്റ് അക്കൗണ്ട്സ് ഫോർ ഹാഫ് ഓഫ് വാർമിംഗ് കോസ്ഡ് ബൈ ദിസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസിന് എക്സാമ്പിൾ ആണ് മീതെയിൻ. മീതെയിൻ്റെ കേസിൽ ലാൻഡ് ഫിൽസ്, വെറ്റ്ലാൻഡ്സ്, ബോക്സ്, ബയോമാസ് ബേണിങ് അതൊക്കെ വഴിയാണ് മീതെയിൻ അറ്റ്മോസ്ഫിയറിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. അതൊക്കെയാണ് സോഴ്സസ്. ഡൊമസ്റ്റിക് ലൈഫ് സ്റ്റോക്ക് ഡൈജഷൻ ആണെങ്കിലും, കോൾ മൈനിങ്, വെറ്റ് റൈസ് കൾട്ടിവേഷൻ, അതുപോലെ നാച്ചുറൽ ഗ്യാസ് ലീക്സ് വഴിയൊക്കെ മീതെയിൻ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട് അറ്റ്മോസ്ഫിയറിലേക്ക്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻസ്, അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിലാണ് അത് കൺസംഷൻ നടക്കുന്നത്. ഇത് ഏകദേശം 20 to 30 times മോർ എഫിഷ്യൻ്റ്ലി ദാൻ കാർബൺ ഡയോക്സൈഡ് ഹീറ്റിനെ ട്രാപ്പ് ചെയ്യും. അടുത്ത വരുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്. കോള്, വുഡ് തുടങ്ങിയവ ബേൺ ചെയ്യുമ്പോഴും അതുപോലെ ഡൈജഷൻ ബൈ സോയിൽ മൈക്രോബ്സും വഴിയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് നൈട്രസ് ഓക്സൈഡ് വരുന്നത്. ഇത് കൺസംഷൻ നടക്കുന്നത് അറ്റ്മോസ്ഫിയറിക് കെമിക്കൽ റിയാക്ഷൻസിലാണ്. സിഗ്നിഫിക്കൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 296 times ദ വാർമിംഗ് പൊട്ടൻഷ്യൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഇറ്റ് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ഓസോൺ ഡിസ്ട്രക്ഷൻ ഇൻ സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ ആണ് അടുത്ത ഗ്രീൻ ഹൗസ് ഗ്യാസിൽ വരുന്നത്. ട്രോപ്പോസ്ഫിയറിൽ പൊല്യൂട്ടൻ്റ് ആയിട്ടും അതുപോലെ സ്ട്രാറ്റോസ്ഫിയറിൽ പക്ഷേ ഹാംഫുൾ ആയിട്ടുള്ള UV റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്നതായിട്ടാണ് ഓസോൺ ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദീസ് ആർ ഫോംഡ് ഡ്യൂ ടു ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ് ഇൻക്ലൂഡിങ് നൈട്രജൻ ഓക്സൈഡ്സ്, ഹൈഡ്രോ കാർബൺസ് ഇൻ സൺലൈറ്റ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ വരുന്നതാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് എന്ന് പറയുന്നത്.
റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ, ഓട്ടോമൊബൈൽസ്, സോൾവെന്റ്സ്, എയറസോൾസ് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെയാണ് ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നത്. ഓസോൺ ഡിപ്ലീഷന് കാരണമാവും. മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ്. ഒരു ക്ലോറോ ഫ്ലൂറോ കാർബൺ മോളിക്യൂളിന് 20,000 ടൈംസ് മോർ ഹീറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസിനേക്കാളും ട്രാപ്പ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഒരു 100,000ഓളം ഓസോൺ മോളിക്യൂൾസിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിന്റെ എഫക്റ്റ് അത്രയും ഭീകരമാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് ഒരു പർട്ടിക്കുലർ അളവിൽ നമുക്ക് ആവശ്യമുള്ളൂ. അത് ഹീറ്റ് ട്രാപ്പ് ചെയ്ത് ഭൂമിയുടെ ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം മറ്റും അറ്റ്മോസ്ഫിയറിലത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അളവ് കൂടുകയാണ്. അതുപോലെ ക്ലോറോഫ്ലൂറോ കാർബൺ പോലെയുള്ള അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസും കൂടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവാൻ ചെയ്യുന്നത്. ഇത് കാരണം വരുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിനെ പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് കാരണം ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എർത്ത് സർഫസ് എയർ എന്ന് പറയുന്നത് വളരെയധികം ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ ഇൻക്രീസ് ഇൻ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എർത്ത് സർഫസ് എയർ ആൻഡ് ഓഷ്യൻസിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിങ്ങിന്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്ലോബൽ വാർമിംഗ് കാരണം ഉണ്ടാവുന്ന എൻവയോൺമെന്റൽ ചേഞ്ചിൽ വരുന്ന ഗ്ലേസിയർ റിട്രീറ്റ് ആൻഡ് റെഡ്യൂസ്ഡ് സമ്മർ സ്ട്രീം ഫ്ലോസ്, ഓൾസോ മെൽറ്റിംഗ് ഓഫ് ആർട്ടിക് ഐസ്, പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഫോറസ്റ്റ് ഫയേഴ്സ്, ഇൻസെക്ട് ഔട്ട്ബ്രേക്സ് ഒക്കെ എൻവയോൺമെന്റൽ ചേഞ്ചസിന് എക്സാമ്പിൾ ആണ് ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഇമ്പാക്ട്സ് ആയിട്ട് വരുന്നത്. ആർട്ടിക് സ്പീഷീസസിന്റെ കേസിൽ ഹാബിറ്ററ്റ് ലോസിന് കാരണമാവും. 2050 കൂടി ഏകദേശം 18 to 35% സ്പീഷീസിന്റെ എക്സ്റ്റിങ്ഷന് ഇത് കാരണമാവുന്നതാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. ഡിസ്റപ്ഷൻ ഓഫ് മറൈൻ ഫിഷ് സ്റ്റോക്സ്, അത് നമ്മുടെ ഫുഡ് സപ്ലൈനെയും അതുപോലെ എക്കണോമിനെയും വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. ഡിക്ലൈൻ ഇൻ അഗ്രികൾച്ചറൽ ഈൽഡ്സ്, ഡിസീസ് വെക്ടേഴ്സിന്റെ റേഞ്ച് വളരെ കൂടും. അത്രയും സീരിയസ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് ആണ് ഗ്ലോബൽ വാർമിംഗ് വഴി ഉണ്ടാവുന്നത്. നമുക്കതിന്റെ കൺട്രോൾ മെഷേഴ്സ് നോക്കാം. ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ട് 1997 ഓവർ 160 കൺട്രീസ് സൈൻ ചെയ്തിട്ടുള്ള ഒരു അഗ്രിമെന്റ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഇൻഡിവിജ്വൽ ആക്ഷൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കീ റോള് വഹിക്കുന്നതാണ്. എനർജി യൂസ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്ലൂറസെന്റ് ബൾബ്സ് യൂസ് ചെയ്യുക, അതുപോലെ അൺപ്ലഗ് ചെയ്യുക അൺയൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക്സിനെ, ഇൻസുലേറ്റ് ചെയ്യുക ഹോംസ്, സസ്റ്റൈനബിൾ പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത്. സോളാർ ഹീറ്റഡ് വാട്ടർ യൂസ് ചെയ്യുക, അതുപോലെ ഫ്യൂവൽ എഫിഷ്യന്റ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള കാർസിലേക്ക് മാറുക തുടങ്ങിയിട്ടുള്ളവയൊക്കെയാണ് ഇൻഡിവിജ്വൽ ആക്ഷൻസിൽ വരുന്ന മറ്റൊരു മെയിൻ കൺട്രോൾ മെഷർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് വേസ്റ്റ് പരമാവധി റെഡ്യൂസ് ചെയ്യുക, റീസൈക്കിൾഡ് പേപ്പേഴ്സ് യൂസ് ചെയ്യുക, പാക്ഡ് ഗുഡ്സ് ഗാർബേജ് ഒക്കെ മിനിമലൈസ് ചെയ്യുക, ഓർഗാനിക് ഫുഡിനെ പ്രൊമോട്ട് ചെയ്യുക ആൻഡ് പ്ലാന്റ് ട്രീസ്. ഇതൊക്കെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിന്റെ കൺട്രോൾ മെഷേഴ്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് കാരണം എർത്ത് സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ ലെയറിന്റെ കനം കുറഞ്ഞു വരുന്ന ആ പ്രോസസ്സിനെയാണ് ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. മെയിൻലി ഇത് പോളാർ റീജിയൻസിലൊക്കെയാണ് നടക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസ് വഴി. അപ്പൊ ഈ ഓസോൺ ഡിപ്ലീഷന് വരുന്ന മെയിൻ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ മെയ്ഡ് കെമിക്കൽസ് ആണ്. നമ്മുടെ റെഫ്രിജറേറ്ററിൽ അതുപോലെ എയർ കണ്ടീഷനിങ്ങിൽ എയറസോൾ സ്പ്രേസിലൊക്കെ യൂസ് ചെയ്ത് വരുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, ഫയർ എക്സ്റ്റിങ്ഷേഴ്സിൽ യൂസ് ചെയ്യുന്ന ഹാലൻസ്, അതുപോലെ കാർബൺ ടെട്രാക്ലോറൈഡ്, മീഥൈൽ ക്ലോറോഫോം, ഇതൊക്കെ സോൾവെന്റ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ കെമിക്കൽ റിയാക്ഷൻസ്, ഓസോൺ ഡിപ്ലീഷൻ സബ്സ്റ്റൻസസ് സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിക്കഴിയുമ്പോൾ UV റേഡിയേഷൻ കാരണം അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓക്സിജൻ O2 ഓക്സിജനുമായി മാറും. O3 എന്ന് പറയുന്നത് UV റേസിന്റെ പ്രസൻസിൽ O2 ആൻഡ് ഓക്സിജൻ മോളിക്യൂളായിട്ട് കൺവേർട്ട് ആവും. ക്ലോറിൻ, ബ്രോമിൻ ആറ്റംസ് ഒക്കെ തുടങ്ങിയിട്ടുള്ള ഹാലോജൻസ് കണ്ടെയ്ൻ ചെയ്യുന്നതാണെങ്കിൽ അത് റിലീസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുന്നത്. ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് വരുന്ന റിലീസ് ആവുന്ന ക്ലോറിൻ,
അതുപോലെ ബ്രോമിൻ തുടങ്ങിയിട്ടുള്ള ആറ്റംസ് കാരണം വീണ്ടും ഓസോണിനെ O2 ആൻഡ് ഓക്സിജൻ മോളിക്യൂൾസിലേക്ക് കൺവേർട്ട് ചെയ്യും. വീണ്ടും റിയാക്ട് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻ വഴി വീണ്ടും ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഹ്യൂമൻ മെയ്ഡ് കോസും ഈ കെമിക്കൽ റിയാക്ഷനുമാണ് മെയിൻ ആയിട്ട് ഓസോൺ ഡിപ്ലീഷന്റെ കോസസ് ആയിട്ട് വരുന്നത്. ഇനി ഓസോൺ ഡിപ്ലീഷന്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻവയോൺമെന്റിൽ നോക്കുകയാണെങ്കിൽ അൾട്രാവയലറ്റ് ഇൻക്രീസ് ചെയ്യും. കാരണം നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോണ് ആണ് അൾട്രാവയലറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓസോണിന്റെ തിന്നിങ് കാരണം ഇൻക്രീസ്ഡ് അൾട്രാവയലറ്റ് റേഡിയേഷൻ എർത്തിന്റെ സർഫസിൽ റീച്ച് ചെയ്യാനായിട്ട് കാരണമാവും. അതുപോലെ ഇറ്റ് ഓൾസോ കോസസ് ഡാമേജ് ടു അക്വാറ്റിക് എക്കോസിസ്റ്റംസ്, എസ്പെഷ്യലി ഫൈറ്റോപ്ലാങ്ക്ടൺ. ഹ്യൂമൻ ഹെൽത്തിലുള്ള എഫക്റ്റ് നോക്കുകയാണെങ്കിൽ ഹയർ റിസ്ക് ഓഫ് സ്കിൻ ക്യാൻസർ ആൻഡ് കാറ്ററാക്ട്സ്. ഓൾസോ സപ്രഷൻ ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റംസും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നതാണ്. അഗ്രികൾച്ചറൽ ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ റെഡ്യൂസ്ഡ് ക്രോപ്പ് ഈൽഡ്സ്, UV റേഡിയേഷൻസ് ഒരുപാട് വരുന്നത് കാരണമാണ് ക്രോപ്പ് ഈൽഡ്സ് റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഡിസ്റപ്ഷൻ ഓഫ് പ്ലാന്റ് ഗ്രോത്ത് സൈക്കിൾസ്. ഇത്രയും സീരിയസ് ആയിട്ടുള്ള എഫക്ട്സ് വരുത്തുന്ന ഓസോൺ ഡിപ്ലീഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്തത്. കൺട്രോൾ മെഷേഴ്സ്, ഇന്റർനാഷണൽ അഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ട്. ലൈക്ക് 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ പോലെ പ്രൊഡക്ഷൻ ആൻഡ് യൂസ് ഓഫ് ദിസ് ഓസോൺ ഡിപ്ലീഷൻ സബ്സ്റ്റൻസസ് കുറയ്ക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ എന്നാണ് പേര്. 130+ കൺട്രീസ് അതിൽ സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ യൂസ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ആണ്. അതായത് ക്ലോറോഫ്ലൂറോ കാർബണും ഹൈഡ്രോഫ്ലൂറോ കാർബൺസിനും പകരം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്തൊരു കൺട്രോളിങ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് അതിനെപ്പറ്റി അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ODS യൂസേജ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോസ് എൻഫോഴ്സ് ചെയ്യലും അതുപോലെ തന്നെ പബ്ലിക്കിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺട്രോൾ മെഷർ തന്നെയാണ്. പിന്നെ വരുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ്. ഓസോൺ സേഫ് റെഫ്രിജറേഷനും എയർ കണ്ടീഷനിങ് ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് മറ്റൊരു കൺട്രോൾ മെഷറായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. അപ്പൊ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ചും ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും ഓസോൺ ഡിപ്ലീഷനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്കൊരു ധാരണയായി എന്ന് കരുതട്ടെ. അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നു എങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേരെ. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കണം. കൂടാതെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ഫോർ നൗ.